ഹായ്, ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പി സ്റ്റീംഡ് മിൽക്ക് കേക്ക്. ഇത് തയ്യാറാക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മൈദാമാവ്, പഞ്ചസാര പൊടിച്ചത്, മുട്ട, ബട്ടർ, ഗീ, ഉപ്പ്, പാല്, വാനില എസൻസ്, ബേക്കിംഗ് സോഡ. ആദ്യം നമുക്ക് ഒരു ബൗളിലേക്ക് ബട്ടർ ചേർത്ത് ബീറ്റ് ചെയ്ത് സോഫ്റ്റാക്കി എടുക്കാം. ഞാൻ 50 ഗ്രാം ബട്ടറാണ് എടുത്തിരിക്കുന്നത്. നെയ്യ് 2 ടേബിൾ സ്പൂണാണ് ചേർത്തിരിക്കുന്നത്. നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ചത് ചേർക്കുക. അല്പം വാനില എസൻസ് ചേർത്ത് കൊടുത്ത് നന്നായി ബീറ്റ് ചെയ്യുക. മുട്ടയുടെ മണം മാറാൻ വേണ്ടിയാണ് വാനില എസൻസ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് പഞ്ചസാര പൊടിച്ചതും കൂടി ചേർത്ത് ബീറ്റ് ചെയ്യാം. 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാനിവിടെ പൊടിച്ച് ചേർത്തിരിക്കുന്നത്. പഞ്ചസാര ഒരുമിച്ച് ചേർക്കണ്ട, അല്പാൽപമായി ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാം. നമുക്കിനി മാവ് അരിച്ച് ചേർക്കാം. ഈ മിക്സിലേക്ക് 1 കപ്പ് മൈദാമാവ്, 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ, 1 നുള്ളു ഉപ്പ് എന്നിവ ചേർത്ത് അരിക്കുക. നന്നായി മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പാൽ ചേർക്കാം. 1/2 കപ്പ് പാലാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. പാലൊരിക്കലും ഒരുമിച്ച് ചേർക്കരുത്. അല്പാൽപമായി ചേർത്ത് കേക്കിൻ്റെ ബാറ്ററിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ എത്തിക്കുക. സ്പൂണിൽ ഇങ്ങനെ ഒഴിക്കുമ്പോൾ ബാറ്റർ മുറിയാതെ വീഴുന്നതാണ് കേക്കിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. കപ്പിൻ്റെ 1/4 ഭാഗം വരെ ബാറ്റർ നിറയ്ക്കാം. നമ്മൾ ഈ കേക്കിനെ സ്റ്റീം ചെയ്താണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി കപ്പ് കേക്ക് മോൾഡ് ഓരോന്നായി സ്റ്റീമറിൽ എടുത്ത് വയ്ക്കുക. സ്റ്റീമറിൽ വെച്ച് മീഡിയം ഫ്ലെയിമിൽ 30 മിനിറ്റ് കുക്ക് ചെയ്യുക. 30 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ കപ്പ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിന് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ കേക്ക് വളരെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായൊരു റെസിപ്പിയാണിത്. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.